എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുവാണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഇന്നത്തെ കാപ്പി കുടിക്കുള്ള സാധനമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ഉപ്പുമാവാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിതിവിടെ കുറച്ച് റവ വറുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു ചെറിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് കനം കുറച്ച് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ തിരുമിയതും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പിടി മുരിങ്ങ ഇലയും അടർത്തി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവ് നല്ല പോഷക സമൃദ്ധമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരല്പം അരി ഇട്ട് കൊടുക്കാം. അരി കൂടെ ഒന്ന് പൊരിഞ്ഞു വരട്ടെ. ഉഴുന്നിടുന്നതാണ് നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ ഉഴുന്ന് തീർന്നു പോയതുകൊണ്ട് കാരണം നമ്മൾ അരി ഇട്ട് വറുക്കുന്നു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, അതോടെ ഇട്ട് ചെയ്യുമ്പം നല്ലതായിരിക്കും ഒന്നുകൂടെ. അപ്പോൾ ഇത് നമ്മുടെ ചാക്കരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച ഇഞ്ചി, പച്ചമുളക് ആദ്യം ഇടേണ്ടതായിരുന്നു, നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി വരണ്ടേ, അപ്പോൾ ഒരുമിച്ച് തന്നെ കിടന്നോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച മുരിങ്ങയില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സമയത്ത് നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാടി വരട്ടെ. സവോളയും ക്യാരറ്റും എല്ലാം നന്നായിട്ട്, മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവ് വേകാനുള്ള വെള്ളം. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എടുത്തു വെച്ച തേങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ ഉപ്പുമാവിനുള്ള ആ കൂട്ടിൽ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടി. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞ് വീണു പോയി. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കട്ടയില്ലാതെ ആക്കി ഒന്ന് ഇളക്കി റെഡിയാക്കാം.
അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഉപ്പുമാവ് ഏകദേശമൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഒരല്പം തേങ്ങ നമ്മൾ നേരത്തെ ഇട്ടുള്ളൊരു കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഒരു സ്വല്പം നെയ്യ് ആണ് നമ്മളിട്ടത്. നെയ്യ് ഇച്ചിരി കട്ടയായിരിക്കുവാണ്. അത് എണ്ണയിൽ വരുമ്പോൾ അത് അലിഞ്ഞോളും. ഒരു സ്വല്പം നെയ്യ് അതുകൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പതാകയുടെയൊക്കെ കളറാണ് നമുക്കിവിടെ തോന്നുന്നത്. വെള്ളയും പച്ചയും ഓറഞ്ചും കാണാനും നല്ലതാണ്, നമുക്ക് കഴിക്കാനും ഗുണമുള്ള ഒരു ഉപ്പുമാവാണിത്. പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ സാധനമാണ്. പിള്ളേരൊക്കെ മുരിങ്ങയിലയൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിടുമ്പോൾ കാണാനൊരു ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിൽ എടുത്തിട്ടൊക്കെ കാണാം. അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനൊക്കെ ഒരു ലുക്കുണ്ട്. ഇതുപോലെ തന്നെ കഴിക്കാനും രുചിയുമാണ്. ആ നെയ്യും ഒരു സ്വല്പം ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ഗുണമുള്ളൊരു ആരോഗ്യദായകമാണ് ഈ ഉപ്പുമാവ്. എൻ്റെ കൂടെ ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. എൻ്റെ കയ്യിൽ പഴമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം പപ്പടം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ ഉപ്പുമാവ് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.